പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വ്യാഴാഴ്ച വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്നറിയാമോ, ഇത് എച്ചിപ്പാറ എന്ന് പറഞ്ഞ് നമ്മുടെ വേലുപ്പാട ഇടവകയിലെ അറ്റത്തൊരു പള്ളി, നമ്മുടെ ചിമ്മിണി ഡാമൊക്കെ ഇല്ലേ, അതിനടുത്തുള്ളൊരു പള്ളിയാണ്. ഇന്നിവിടെ വൈദികരുടെ ഒരു ഞങ്ങൾ 4-5 അച്ഛന്മാർ ഒരുമിച്ച് കൂടി ഇന്ന് ഫുൾ ഡേ പ്രയറാണ്. അപ്പോൾ വന്ന വഴിക്ക് അച്ഛൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട്, അപ്പോൾ ഇന്നലെ ആയിരുന്നു ഞങ്ങളിവിടെ വന്നിരുന്നത്. ശരിക്കും അച്ഛൻ ഒരു ശക്തമായിട്ടിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടെന്ന്. ഫുൾ ഡേ പ്രയറാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ അഭിഷേകവും ഇന്ന് വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം വൈദികരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ബ്ലെസ്സിങ് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടബാധ്യതയിൽ, അതുപോലെ ജപ്തി നോട്ടീസ്, അതിൻ്റെ അങ്ങനെയൊക്കെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള 7 ആഴ്ചകളിലെ 7ാമത്തെ അവസാനത്തെ ആഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ശക്തമായ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് പിന്നെ ഈവനിങ്ങിൽ നമ്മുടെ താമസിച്ചുള്ള ധ്യാനങ്ങൾ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു നന്മ നിറഞ്ഞ മറിയുമെന്ന ജപം, ഇന്നത്തെ ശുശ്രൂഷ 1 ഡേ ശുശ്രൂഷ, തുടർന്ന് താമസിച്ചുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ ഒരു നന്മ നിറഞ്ഞവരെ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ധ്യാനിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3:32 വചനം വെളിപ്പെടുത്തുകയാണ്. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചില വഴികളൊക്കെ തെറ്റായ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ സ്നേഹപൂർവ്വം ഇച്ചിരി ചെറിയ ശാസനയൊക്കെ കർത്താവ് നൽകും, ചിലപ്പോൾ ഒരു ഒറ്റപ്പെടുത്തൽ നമുക്ക് നൽകും. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് അതിൻ്റെ ഇരട്ടിയുടെ ദയ നമ്മളോട് കാണിക്കും, കരുണ നമ്മളോട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇപ്പോൾ വേദനിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഭയപ്പെടരുത് സഹോദരങ്ങളെ. ഈശോയെ അനുകരിക്കുന്നതിൽ നിന്ന്, ഈശോയെ അനുഗമിക്കുന്നതിൽ നിന്ന് ചിലപ്പോൾ ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ അനുഗമിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങളൊക്കെ ഒരു പക്ഷേ അനുവദിക്കപ്പെട്ടേക്കാം. പക്ഷെ നമ്മൾ നഷ്ടധൈര്യരാകരുത്. കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകം നിങ്ങളിൽ കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനത്തിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും ഈ ഒരു ദിനം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.